ശ്രീജിത്ത്, ആശ, ശ്രീജിത്ത്, ലൈഫ് ഡിവൈൻ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നിങ്ങളുടെ ലൈഫ് ഡിവൈൻ ചാനലിലൊരു വീഡിയോ വന്നിരുന്നു. 108ാമത്തെ വീഡിയോ കാണുമല്ലോ. 108ാമത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു താടിക്കാരൻ്റെ ആത്മീയ തത്വവിചാരങ്ങൾ എങ്ങനെ ഗുരുവിൻ്റെ ആശയമാകും. ട്രൂത്ത് ഗുരു ഈസ് ഗോഡ്. നമ്മൾ കേട്ടത് വേർഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗുരു, ഗുരു ഈസ് ഗോഡ് എന്നാണ്. അപ്പോൾ വേർഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗുരു ഒക്കെ എവിടെ പോയി? അപ്പോട്ടെ. അപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് മനസ്സിലായ ആത്മീയ തത്വങ്ങൾ ഗുരുവിൻ്റെ ആശയം എന്ന പേരിൽ ആശ്രമ വിശ്വാസികൾ അളിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന താടിക്കാരനും മൊട്ടത്തലയനും അത് തങ്ങളുടെ ജീവിതത്തിൽ എന്തു പരിവർത്തനം വരുത്തി എന്നും കൂടി പറയണം. ഓക്കെ. മറ്റൊരു ചാനലിൽ വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. ആയിക്കോട്ടെ. ആരോപണം എന്താണ്? നമ്മൾ ആരോപണം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ ഓരോ കാര്യം വെച്ച് പറയാം. തങ്ങൾക്ക് മനസ്സിലായ ആത്മീയ തത്വങ്ങൾ ഗുരുവിൻ്റെ ആശയം എന്ന രീതിയിൽ. ശരിയാണ്. ഞങ്ങൾക്ക് മനസ്സിലായ ആത്മീയ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഗുരുവിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് ഗുരുവാണികൾ വായിച്ച് മനസ്സിലാക്കിയത്, ഗുരുവിൻ്റെ പ്രഭാഷണം കേട്ടത്, ഗുരുവിനെ കണ്ടറിഞ്ഞതൊക്കെ മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഡിവൈൻ ചാനൽ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കത് ഒരു വൈദ്യം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ സംശയം ചോദിച്ചാണ് അങ്ങനെയാണോ. അപ്പോൾ അത് ഒന്നാമത്തെ പരാതി അതാണല്ലോ. അപ്പോൾ ആ പരാതിയെ സംബന്ധിച്ച് നിങ്ങൾ 108ാമത്തെ വീഡിയോ പറയുന്നത് 108ൻ്റെ പണിയായിപ്പോയി കേട്ടോ. ശ്രീജിത്തെ, ഞാൻ ശ്രീജിത്തെ ആശാ ശ്രീജിത്തെ എന്ന് വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾ മൊട്ടത്തലയൻ പാണാജി എന്നൊക്കെ പറയുന്നത് അതെന്തിനാണ്? ആളറിഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടും. നിങ്ങളൊരു ഗുരുവിശ്വാസിയല്ലേ? ഈ മൊട്ടത്തലയൻ ആരാന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഒരു ചാനലിലുള്ള മൊട്ടത്തല നിങ്ങളെ മൂക്കിന് താഴെയുള്ള ചന്ദ്രബാബു എന്ന് പറയുന്ന വ്യക്തിയല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ പേരറിഞ്ഞുകൊണ്ട് മൊട്ടത്തലയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതൊരു ബോഡി ഷേമിംഗ് ആണ്. പോട്ടെ. സാധാരണക്കാർ പറയുന്നവരല്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരുവിശ്വാസി, ഗുരുവിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് പബ്ലിക്കലി പറയുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളത് അങ്ങനെ ഉപയോഗിച്ച് ചെയ്യല്ല. പിന്നെ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിനടുത്തുള്ള നേതാജിയെ നിങ്ങൾ പാണാജി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേതാജി എന്ന് പറയാമല്ലോ. എന്തിനാ അങ്ങനെ പറയുന്നത്? പോട്ടെ. അപ്പോൾ നിങ്ങളേതായൊരു നിങ്ങൾ മനസ്സിലാക്കിയ ഗുരുവിൻ്റെതായിക്കോട്ടെ. അത് നമ്മൾ മനസ്സിലാക്കിയത് ബ്രഹ്മശ്രീ കരുണാഗുരുവിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചാണ്. ആ ബ്രഹ്മശ്രീ കരുണാഗുരു എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്തായും അതിപ്പോൾ ശിഷ്യപൂജിതയിൽ ആരോപിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ഈ സംശയം ചോദിച്ചത്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളത്. പിന്നെ വേറെന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസി എന്നതിൽ എന്തോ പറയുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തോ പറയണം. ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യം ചോദിക്കില്ല. അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അത് പറയാതെ എന്തൊക്കെയോ പറയുന്നത് നിങ്ങളാണല്ലോ. അവിടെ അല്ലേ സംഘ അല്ലേ? ഞങ്ങൾ പറയുന്നത് ഗുരുവാണി അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്തോ പറയാതെ ഞാൻ തോന്നാൻ കാരണം എന്താ? അതെന്തോ പറയാമെന്ന് അതെന്താണ് എന്തോ പറയുന്നത് കൂടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. പിന്നെ എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ എന്തു പരിവർത്തനം വരുത്തി എന്നുകൂടി പറയായിക്കോട്ടെ. ആ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഗുരുവിശ്വാസിയോ ദൈവവിശ്വാസിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്കൊരു പരിവർത്തനം വന്ന് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ പിന്നെ അതിൽ പറയുന്നിട്ടു ഞാൻ കണ്ടിട്ട് മദ്യപാനിയെ പോലെ തോന്നി എന്ന് പറയുന്നത്. പിന്നെ മുഖത്തൊരു നിരാശയുണ്ടായിരുന്നു. ശരിയാണ്, മദ്യപാനിയെ തോന്നിയിട്ടുണ്ടാവാം. നിങ്ങൾ കുറ്റപ്പെടും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് നിങ്ങളെ കണ്ട് കഞ്ചാവടിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതുപോലെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ
1998 ഗുരുവിനെ കാണുന്നത് വരെ, അതായത് 1992 ഞാൻ സർക്കാർ ഗവൺമെൻറ് സർവീസ് കയറിയ ആ കാലത്ത് എനിക്ക് പറയാൻ ജീവിതത്തെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, വെള്ളില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കേട്ടു, വ്യക്തമായിട്ട് കേട്ടിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ട് അന്നേ എനിക്ക് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് 25 1-ാം തീയതി മുതൽക്ക് 20 ചെയ്യാൻ പറ്റി തീർന്നു പോകുന്നതായിരുന്നു, അല്ലെങ്കിൽ തീർക്കുമായിരുന്നുള്ളത്. അത് കൃത്യം പറഞ്ഞല്ലോ. പിന്നെ ബാക്കി 5 ദിവസം വായ്പ വയ്ക്കും ആരുടെങ്കിലും, പിന്നെ അടുത്ത ശമ്പളം കിട്ടും, അത് തീർത്തു. ഇതെന്ത് ചെയ്തു? ഇത് പറഞ്ഞാലേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഹോട്ടലിൽ പോയി, ബാറിൽ പോയി, സിനിമയ്ക്ക് പോയി, തീർത്തിരുന്നു, ഒന്നും ബാക്കി വെച്ചിരുന്നില്ല. ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പരിവർത്തനപ്പെട്ടു എന്ന് തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഗുരു പറഞ്ഞതല്ല നീ മദ്യപിക്കരുതെന്നോ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നും പറഞ്ഞതല്ല. പക്ഷെ എനിക്ക് ഒരു ബോധം വന്നു ജീവിതത്തെക്കുറിച്ച്. അത് പരിവർത്തനമല്ലേ. അപ്പോൾ 1998 ഗുരുവിനെ കണ്ടതിന് ശേഷം, ഗുരുവിൽ നിന്ന് പല കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല, മത്സ്യമാംസാദി ഉപയോഗിച്ചിട്ടില്ല, ഈ പറഞ്ഞ ദുശീലങ്ങൾ, സ്മോക്കിങ്, ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അപ്പം നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾ മദ്യപാനി തോന്നി, പൂർവ്വ ജന്മത്തിലുള്ള മദ്യപ എന്തൊക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെതായിരിക്കാം. അപ്പം ഞാൻ അത് വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നായിരുന്നില്ല എൻ്റെ ജില്ലയ്ക്ക് വിട്ട് മറ്റ് അടുത്ത 2 ജില്ലകളിലാണ് കൂടുതൽ കാലം വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, വീട്ടിൽ നിന്ന് നാട്ടിൽ നല്ല പിള്ളയായിരുന്നു. അപ്പോൾ 92, 93, 94, 95, 96, 97, 6 വർഷം മനസ്സിലായി. അപ്പോൾ അത് ശരിയാണ്, അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എഴുതപ്പെട്ട് ഗുരുവാണിയിൽ കൂടി തന്നെ നമുക്ക് പറയാം, നമ്മൾ മറ്റൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മാസികകളിലൊക്കെ, ആധ്യാത്മിക മാസികകളിലൊക്കെ നിത്യസ്മരണാർഹമായ ഇതാണ്. അപ്പോൾ ദേവസങ്കല്പവും ഗുരുസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ഇത് 1998 ശാന്തിഗിരി മാസികയാണ്. അതിൽ പറയുന്നുണ്ട്, ഗുരു എന്ന അഭിധാനത്തിൻ്റെ വ്യാപ്തി എന്താണ്? ഒരു തൊഴിൽ ചെയ്യുന്നവൻ മുതൽ ആത്മലാഭത്തിന് കർമ്മങ്ങൾ ചെയ്യുന്ന ഐശ്വര്യകർമ്മ കർത്താവ് വരെ ഗുരു എന്ന ഉൾപ്പെടുന്നു. തൊഴിൽ എന്ന രംഗം വിട്ട് പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം എന്ന രംഗത്തെത്തുമ്പോൾ അവിടെ നിർദ്ദേശങ്ങൾ തേടേണ്ടതുള്ളതിനാൽ പുസ്തകജ്ഞാനം കേവലം അപര്യാപ്തമായി തീരുന്നു. ജീവനിലുള്ള പുണ്യക്കുറവ് ശരീരമെന്ന കർമ്മത്തിൽ പല വിധത്തിലുള്ള വ്യാധികളായിട്ടാണ് നിലനിൽക്കുന്നത്. പല വിധത്തിലുള്ള പ്രയോഗങ്ങളിലെയാണ് ഇത് നിവാരണം ചെയ്യേണ്ടത്. അതിന് പുസ്തകജ്ഞാനം ഉതകില്ല. പുസ്തകജ്ഞാനം ഉതകാത്ത രംഗത്ത് സഫലമാകുന്നത് കർമ്മത്തിലൂടെ പുണ്യം തേടിക്കുന്ന ധർമ്മഗതിയാണ്. ആ ധർമ്മം ജീവനെയും ശരീരകർമ്മത്തെയും വീടിനെയും ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ജീവനും ശരീരത്തിനും യാതൊന്നും കഴിയാത്ത അവസ്ഥയിൽ ഗതികേടുണ്ടാവുകയും ശരീരകർമ്മത്തിൽ അത് വന്നു ചേർന്നിട്ട് ജന്മസിദ്ധമായ വാസനകൾ അനുകൂലമായ കർമ്മപ്രേരണ വഴങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചിലർ നല്ലത് കൂടുതൽ ചെയ്തെന്നിരിക്കും, ചിലരാകട്ടെ ചീത്തയായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ചീത്ത ചെയ്യുമ്പോൾ നല്ലതാണെന്ന് ധാരണ പുലർത്തുന്നത് കൊണ്ട് പ്രവൃത്തി മുഴുവൻ ചീത്തയായിത്തീരും. ചീത്തയായ കർമ്മം എന്താണെന്ന് ഗുരുവോട് തുറന്നു പറയാത്തവർക്ക് യാതൊന്നിനും സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും. ചില ആളുകൾ ഭക്തി മൂത്തിട്ട് താൻ എല്ലാറ്റിനും അപ്പുറത്തായി എന്ന് ധരിച്ചു വശായി സാധാരണക്കാർക്ക് പിടികിട്ടാത്ത കർമ്മം ചെയ്ത് അവരുടെ വിരോധം സമ്പാദിക്കുന്നു. മറ്റു ചിലർ ഇതിലും വലിയ താനെന്ന ഭാവസമ്പന്നതയ്ക്ക് വശമതരായി ഓരോ കർമ്മവും ഓരോ ചലനവും തന്നെയും യോഗി എന്നവർ ചിട്ടപ്പെടുത്തും. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ മതി. ദേവസങ്കല്പവും ഗുരുസങ്കല്പവും തമ്മിൽ വ്യത്യാസം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഗുരു പറയുന്ന രീതിയിലേക്ക് വന്നോ? അതായത് ഗുരു പറയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ശങ്ക. പുസ്തകജ്ഞാനം, നിങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചു, ആ അറിവ് പങ്കുവെക്കുക അല്ല വേണ്ടത് എന്നുള്ളതല്ലേ പറയുന്നത്. ഇപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൽ അവസാനം വരുന്ന ഒരു ഭാഗം, ഗുരുധർമ്മം അനന്തവും അപരിമേയവുമാണ്. അണുവിലും അഖണ്ഡത്തിലും ആരാധനാമൂർത്തിയും ഗുരു ദർശനദാതാവാണ്. ത്രികാലങ്ങളെ ദർശിച്ചു തെളിഞ്ഞവനും തെളിയിക്കുന്നവനും ആവർത്തിച്ച് നിവർത്തിക്കുന്നവനാണ്. ദേവനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ജീവിതം നിഷ്പ്രയോജനമാണ്. ഇപ്രകാരമുള്ള ഒരു ഗുരുവിൻ്റെ അനുഭവസ്ഥനായ ശിഷ്യന്റെ മുന്നിൽ ദേവീദേവന്മാർ ഒരു കാര്യമേ അല്ല.
അപ്പോൾ ഈ തരത്തിൽ പുസ്തകജ്ഞാന പ്രക്ഷാളനം കൊണ്ട് ജനങ്ങളിൽ വിസ്മയം ഉളവാക്കാൻ ചതുർവേദി വരെ ജ്ഞാനികളായി ചിത്രീകരിക്കുന്ന യുക്തിവാദികൾ പോലുമുണ്ട്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകജ്ഞാനത്തിൻ്റെ ഭാഗത്തല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാകുന്നത്. പിന്നെ അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ പണ്ഡിത ഗർഭമാണ് എടുത്ത് പ്രയോഗിക്കുന്നത്. ആർക്കും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പലതും പറഞ്ഞു പോകുന്നു. അപ്പം നിങ്ങൾ പറയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം തരികയാണ്. നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നിങ്ങൾ പലതും പറഞ്ഞു വേണ്ടി പറയുന്നവരെ അധിക്ഷേപിക്കുക, താടിക്കാരനാണ്, കള്ളുടിയനാണ്, അതാണ് നമ്മൾ വേണ്ടത്. ഞാൻ താടിക്കാരൻ എപ്പം വന്നു, എൻ്റെ താടി എപ്പം വന്നു നമുക്ക് അറിയാവോ? അവൻ പറഞ്ഞില്ല. പിന്നെ മുഖത്ത് നിരാശയുണ്ട് പറയുന്നുള്ളൂ. നിരാശയുണ്ട്. എന്തുകൊണ്ട് നിരാശ ഉണ്ടായി? ജീവിതം അടുത്തുള്ള നിരാശയല്ല ഉണ്ടായത്. പിന്നെ വേറെ കാര്യം പറഞ്ഞത് ആശ്രമത്തിൽ കണ്ടിട്ടില്ല. ആശ്രമത്തിൽ പരിചയം കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്ന ഈ കോമരത്തിനെ നാട്ടുകാർ മുഴുവൻ അറിയും അല്ലേ? കോമര തുള്ളുന്നതുകൊണ്ട് പിന്നെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ കോമര വാളെടുത്തുള്ളി നടക്കുമല്ലോ. അതുപോലെ ഈ കോമര തിരിച്ച് നാട്ടുകാർ മുഴുവൻ അറിയണമെന്നില്ലല്ലോ. അത് ഞങ്ങളെ അറിയില്ല, നിങ്ങൾ ഒരു വിശ്വാസിയല്ല, അസംവിശ്വാസികൾ എന്ന് ലേബലടിക്കാനാണ് നിങ്ങളായിട്ടില്ല. കാരണം അസംവിശ്വാസിയാണല്ലോ എന്നുള്ളത് ഈ ലോകത്ത് ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളില്ലേ. എല്ലാവർക്കും ഇപ്പോൾ ആശ്രമത്തിൽ വന്നിട്ട് നിങ്ങളെപ്പോലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പോലെ എപ്പോഴും ആശ്രമത്തിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആശ്രമം എന്ന് പറയുന്നത് ഈ ഗുരു സ്ഥാപിച്ചത് ആ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയല്ലല്ലോ. അവരെ ഒരു സ്വാർത്ഥ താല്പര്യക്കുന്നുണ്ട്. ലോകം മുഴുവനുള്ള വിശ്വാസികൾക്ക് വേണ്ടിയില്ല, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കാർലോസ് ഗുസ്മാൻ എങ്ങനെയാണ് പിന്നെ ആശ്രമത്തിലെത്തിയത്? മെക്സിക്കോയിൽ നിന്ന് കാർലോസ് ഗുസ്മാൻ വന്നിട്ട് ഗുരുവിനെന്താ ചോദിച്ചത്? എന്നെ അറിയാമോ ഗുരുവെന്ന്? നിന്നെ 1000 ജന്മങ്ങളായി ഞാൻ അറിയുമെന്ന് അല്ലേ ഗുരു പറഞ്ഞത്? അപ്പോൾ ഗുരുവിന് മെക്സിക്കൻ ഭാഷ അറിയാത്ത കുഴപ്പമുണ്ടോ? ഗുരു ഏതെങ്കിലും ഭാഷ അറിയാത്ത കുഴപ്പമുണ്ടോ? പക്ഷെ എന്താണ് പിന്നെ അവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിലാണ് ഇപ്പം പിന്നെ ഗുരു സംസാരിക്കുന്നത്. ലോകഭാഷ ആയിട്ട് മാറും മലയാളം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആശ്രമത്തിൽ മലയാളത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങളാണെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗുരുവിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണോ? നമ്മളെ മലയാളികൾക്ക് ലോകഭാഷയിലേക്ക് മലയാളം വന്നു ചേർന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതൊരു പിന്നെ ഫംഗ്ഷനായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നു. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞു കൊടുക്കണം. ഗുരുവിൻ്റെ ആശയം എന്താണ്, ആശ്രമത്തിൻ്റെ ആശയം എന്താണ് പറഞ്ഞു കൊടുക്കണം. അത് ശരിയാണ്. പക്ഷേ മലയാളത്തിലുള്ള മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ ഇല്ലേ? ഒരു ആശ്രമത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ശാദീകരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ദ അൺഈക്വലി സബ്ലൈം മൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ലിബറേഷൻ അല്ലേ? ദ സ്പിരിച്വൽ പെർഫോമൻസ് ഓഫ് ശാന്തിഗിരി ആശ്രം ഈസ് നോട്ട് എ റിലീജിയസ് ഫംഗ്ഷൻ. അത് റിലീജിയസ് ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് intended for leading forward the humanity and correcting it. For that, they have to be made aware of errors that had taken place a long ago, which has to be corrected. The civilized way of living requires the correction of erroneous lifestyle that had been in vogue for long. The very action of pointing out the existing errors should not be allowed to turn out as fresh error. We should be prepared to declare that there is an effective method for intended correction. For this requires that one should come to know our experience, the supreme soul, who feels with the radiating light of planetary and interplanetary space of the system of 9 planets. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് അറിയാതെ മലയാളത്തിലാണല്ലോ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇത് ശാന്തിഗിരി മാസിക 1990 ആഗസ്റ്റ്. അതെ, ജന്മദിന സന്ദേശം. അപ്പോൾ അതൊരു പുതിയ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും പഴയ മാർഗം, സനാതനം, ഏറ്റവും ആദ്യകാലത്തുണ്ടായ അത് തിരിച്ചു കൊണ്ടുവരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പം ഇതിൽ ഈ പാരഗ്രാഫാണ് വായിക്കുന്നത് കേട്ടോ. ഇത് തുടക്കത്തിലല്ല. അപ്പോൾ തുടക്കത്തിൽ ഭരണകർത്തന അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ പുതിയ മാർഗം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വഭാവം ഉണ്ടാക്കുക എന്നതാണ്. അല്ലാതെ ജനങ്ങളെ മൊത്തം ഇളക്കി അക്രമം ചെയ്യിച്ച് രാജ്യം ഭരിച്ചു കാണിക്കുന്നില്ല. ഭരണം വിനയപ്പെട്ട് കർമ്മത്തിൽപ്പെടുത്തി ധർമ്മത്തിൽപ്പെടുത്തി ആർജിക്കുന്ന പുണ്യത്തിൽപ്പെടുന്നതാണ് ഭരണകർത്തൃത്വം. അതാണ് ഭരണകർത്തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയാണോ ഇപ്പോഴത്തെ ഭരണമൊക്കെ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുക.
ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഒരു ആത്മീയമായ അറിവ് മനുഷ്യർക്ക് നൽകുന്നത്. അപ്പം അതിൽ വേറെ പാരഗ്രാഫ് വായിക്കട്ടെ. നബി വന്നു, ക്ലേശം അനുഭവിച്ചു. യേശുവും ശങ്കരാചാര്യരും ക്ലേശം അനുഭവിച്ചു. പക്ഷേ യേശുവും നബിയും അനുഭവിച്ച ക്ലേശത്തെ സ്വീകരിച്ച് ത്യാഗം ചെയ്യാൻ ആളുണ്ടായി. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെ നേർച്ചയും ആട്ടവും പാട്ടും കൂത്തും ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. ആശയമായി സ്വീകരിച്ചിരിക്കുന്നത് മുഴുവൻ ത്രേതായുഗത്തിലേയും അതല്ലെങ്കിൽ ദ്വാപരത്തിലെ പ്രത്യക്ഷം പറഞ്ഞു കാണിക്കുന്ന വിക്രികൾ. നമ്മൾ അതിൽ നിൽക്കുകയാണ്. ഇതിൽ നിന്നും മാറാൻ വേണ്ട സംസ്കാരം ഏതെങ്കിലും ഒരു ആചാര്യനെ കൂടിയേ കിട്ടൂ. ആ ആചാര്യനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, മാനിച്ചെടുക്കുകയും വേണം. ആചാര്യനെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥന പോരാ, മാനിച്ചെടുക്കണം. അത് എന്താണോ ആ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്, ആ ഗുരു പറഞ്ഞിരിക്കുന്നത്, അത് മാനിച്ചെടുക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വിശ്വസിച്ചാൽ മാത്രം പോരാ. ചട്ടമ്പിശകാണ് എല്ലാ നായർ തറവാടും നടന്ന് കാലത്തിനൊത്ര ആശയം പകരാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയി എന്നുള്ളത് തന്നെ നാരായണ ഗുരു സ്വാമിക്ക് സംഭവിച്ചു. അപ്പം ഇങ്ങനെ ഓരോ ആചാര്യന്മാർക്കും അത് നടക്കാതെ പോയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരു തന്നെ പറഞ്ഞില്ലേ, 2444 ആചാര്യന്മാർ ഈ കലിയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് ശേഷം വന്നു എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ട് നടക്കാതെ പോയത് കൊണ്ടാണ് ഇത് എന്തുകൊണ്ട് നടക്കാതെ ചിന്തിക്കുക. അപ്പം അത് കർമ്മത്തിൻ്റെ സ്ഥാനം കൽപ്പിക്കുന്ന വിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ അധികം ഉള്ളത് എന്താണ്. പിന്നെ കർമ്മം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കൂലി, അതിനപ്പുറമൊന്നും യാതൊന്നും വേണ്ട എന്ന് മനഃപൂർവ്വം വിചാരിക്കുന്നവർ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ചെയ്ത കൂലി കിട്ടിയാൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അനേക കാലങ്ങളായി മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റം വരാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നും മാറാൻ കഴിയുന്ന മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഏകവിശ്വാസത്തിൽ വളർന്ന് ശാസ്ത്രാർത്ഥി കേൾക്കുന്നതുകൊണ്ട് ഗുരു പരമ്പരയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുക അല്ലേ. അതിന് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. സമയം അതിക്രമിച്ചെടുത്ത് കലിയുടെ ആരംഭത്തിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. കലി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. 10,000 5,000 വർഷങ്ങൾ കൊണ്ട് കലിയുടെ ധർമ്മം മുഴുവൻ എത്തിവരികയില്ല. പക്ഷേ ഇനി അങ്ങോട്ടൊരു മാറ്റം വരും. ഗുരുവിൻ്റെ വാക്കാണ്. ഗുരുവിൻ്റെ വാക്കിൽ മാറ്റമില്ലല്ലോ. വിശ്വസിച്ചൂടെ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇപ്പോൾ കലിധർമ്മം എന്ന് പറയുന്നത് കലിയുഗം 4,32,000 വർഷം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം അതിൽ 5,000 വർഷമായിട്ടേ ഉള്ളൂ. ഒരു നടപ്പായാലേ പറ്റുള്ളൂ. നടപ്പാവും. ആരൊക്കെ എന്തൊക്കെ കളിച്ചാലും, എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും, എങ്ങനെ ഗുരുവിനെ മാറ്റി പിടിച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. സംഭവാമി യുഗേ യുഗേ. പക്ഷെ ഗുരു ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ എത്ര പേജാ പേജ് നമ്പർ കാണില്ല. പക്ഷെ ഈ ആശയത്തെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ എത്ര ശക്തരായാലും അവരുടെ എതിർപ്പുകൾ നിലനിൽക്കുകയില്ല. അപ്പൊ അതിന് പരിഹാരം പറയുന്നത്, ഗുരു പരമ്പരയിൽ പെട്ടു ജനിക്കുന്ന സന്താനങ്ങൾ അവരുടെ ആജ്ഞാശക്തിയിൽ കർമ്മത്തെ വരുത്തും. ആ കർമ്മം വരുമ്പോൾ ധർമ്മം ഈ ഗുരു പരമ്പരയുടെ പൈതൃകമാകും. അതിൻ്റെ കൂടെയുള്ള പുണ്യത്തിന് മറഞ്ഞിരിക്കാൻ കഴിയാതെ പുണ്യവും നന്മയും ഐശ്വര്യവും ഗുരുത്വവും എല്ലാം കൂടി ഇണങ്ങിച്ചേർന്ന ഒരു പരമ്പരയായി അത് വിലസും. നഷ്ടപ്പെട്ടു പോയ സകല കർമ്മങ്ങളെയും വീണ്ടെടുക്കാനുള്ള ധർമ്മബോധം അതിനുണ്ടായിരിക്കും. ബുദ്ധിയുള്ള മക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് തൻ്റെ ജീവിതവുമായി ഈ ആശയത്തെ എങ്ങനെ ബന്ധിപ്പിക്കണം, എന്തിനു വേണ്ടി താൻ ജനിച്ചു, എന്തിനു വേണ്ടി വളർന്നു, എന്തിനു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി മരിക്കണം എന്ന ചിന്ത മാത്രമുള്ളവരെ കർമ്മം ചെയ്യും. ഈ ചിന്തയുള്ള അനവധി മക്കൾ മുന്നിൽ വരും. ശാന്തിഗിരി ചെയ്തു വരുന്ന ഒരു ആചാരമുണ്ട്. ആ ക്രമത്തിൻ്റെ ധർമ്മം പുലർന്ന് വരുന്നത് ഈ മക്കളിൽ കൂടിയായിരിക്കും. ഇന്നത്തെ പിതൃക്കളുടെ സ്ഥാനം മാറ്റി ആ സ്ഥാനത്ത് ദേവന്റെ ധർമ്മത്തെ മാറ്റി സ്കന്ദപുരാണമൊക്കെ വന്ന ഗുരുഗീത വചനങ്ങൾ പോലെ ഈ മക്കൾ അവരുടെ അനുഷ്ഠാനത്തിൽ വരുത്തും. അതുവരെ കുറേശ്ശെ ഫലപ്രാപ്തിയിൽ വരും. പൂർണ്ണ ഫലത്തിലെത്താൻ 350 കൊല്ലം വേണ്ടിവരും. അതിനുള്ളിൽ ഗുരുശിഷ്യ പാരമ്പര്യം പൂർണ്ണമാകും. ഈ പാരമ്പര്യത്തെ നിഷേധിക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല. എന്തെന്നാൽ അക്രമ വാസനകൾ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ഇതിനുള്ളിൽ തന്നെ തമ്മിൽ തല്ലി നശിക്കും. സകല അജ്ഞാനങ്ങളുടെയും തുടച്ചു നീക്കിയത് മാറും. കർമ്മവും ധർമ്മവും അതിൻ്റെ ആഴത്തിലും പരപ്പിലും ശക്തമായി നടപ്പിലാകും. ബുദ്ധന്റെ പരമ്പരയിൽ ഇത് നടപ്പിലാകാതിരുന്നതിന് കാരണമുണ്ട്. ഇവിടുത്തെ വൈദികന്മാരും രാജാക്കന്മാരും കൂടി ഒളിഞ്ഞിരുന്ന് വൈദികവും തന്ത്രവും ഹീനയും മഹാനയും കൂടി ഒരുമിപ്പിച്ച് പ്രവർത്തിച്ച് ഇവിടെ നിന്നും ആ ആശയത്തെ തുടച്ചു നീക്കിക്കളഞ്ഞു. തന്നെയുമല്ല, മറ്റെവിടെയെല്ലാം അത് വേരുപിടിച്ചോ ആ വൈദിക തന്ത്രം അവിടെ നിന്നെല്ലാം അതിനെ നശിപ്പിച്ചു. എന്നാൽ അത് തകർന്നു പോകേണ്ടത് തന്നെയാണ്. എന്തെന്നാൽ ഇത്രയും ദുഷിച്ച സംസ്കാരിക അടിത്തറയിൽ ഇത്രയും വലിയൊരു ധർമ്മത്തിന് നിലനിൽപ്പുണ്ടാകുക എളുപ്പമല്ല. കൊള്ളാണ്ടവനെ കൊള്ളണം, തല്ലേണ്ടവനെ തല്ലണം, തല്ലേണ്ടവനെ തല്ലണം, കൊല്ലേണ്ട കൊല്ലണം. ഇതൊരു ഭരണത്തിന് മാതൃക. ആ മാതൃക ബുദ്ധമത സംസ്കാരത്തിൽ വന്നില്ല.
ഇനി വരാൻ പോകുന്നത് ബുദ്ധമത സംസ്കാരത്തിൻ്റെ മാതൃകയിലല്ല. അത് തല്ലുകയും കൊല്ലുകയും ചെയ്യും. ശ്രീകൃഷ്ണൻ അത് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഭരണധർമ്മ സംസ്കാര മാതൃകൾ അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നവരെ ശാന്തിഗിരി നിങ്ങളുടെ സ്വാമി. അപ്പം അതാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗുരുവാണി കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അത് ചോദിക്കുകയാണ് ചെയ്തത്. അതിന് നിങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ മതി. അല്ലാതെ ചോദിക്കുന്നവരോട് തർക്കത്തിന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ യോഗജ്ഞാന ധ്യാനി അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നത് 350 വർഷത്തോളം എടുക്കുന്ന തലമുറകൾ, 7ാമത്തെ തലമുറയാണ് പൂർണ്ണമായ ശുദ്ധി പറയുന്നത്. 350 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുന്നതാണ്. അതിങ്ങനെ പോയില്ലെങ്കിൽ 350 എല്ലാം അങ്ങോട്ട് 3500ലേക്ക് പോകും. അത് പോകാൻ ഗുരു അനുവദിക്കില്ല. എന്ത് ചെയ്യും ഗുരു? അപ്പോഴത്തേക്ക് എന്താ, ഇത് ഇവിടെ നടപ്പായില്ലെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിച്ചിട്ട് മറ്റൊരു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാത്തിനും നശിപ്പിക്കാനുള്ള കർമ്മത്തിൽ കൂട്ടുകാണോ എന്നൊരു ശങ്ക ഉണ്ടായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ കർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പിന്നെ എത്രയോ ജന്മങ്ങൾ എടുത്തു പോയിട്ടുള്ളതാണ്. പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജാതി. ഈ വ്യാധികളും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നത് പൂർവ്വ ജന്മത്തിൽ അറിയാതെ തെറ്റായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ കെട്ടയക്കണമെങ്കിൽ എളുപ്പമല്ല. കർമ്മത്തിൻ്റെ കെട്ടുകൾ ഈ ചെട്ടിയാൽ വല ഒഴിക്കുന്നത് പോലെയാണ് അല്ലേ? അല്ലെങ്കിൽ നൂൽപുട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ കെട്ട് വയ്ക്കാൻ പറ്റും, അതുപോലെ കളഞ്ഞ. അപ്പോൾ അതുകൊണ്ട് ജന്മങ്ങൾ എടുത്ത് പൂർത്തീകരിക്കണം എന്ന് പറയുന്നത്. ഒരു ജന്മത്തിൽ നിർത്തിക്കാൻ പറ്റില്ല. അത് അനുഭവങ്ങളുണ്ടല്ലോ. ഈ ആരാധനാ ദോഷം വന്നിട്ട് ഈ ദൈവത്തിന് പകരം ഈ സർപ്പങ്ങളെയൊക്കെ ആരാധിച്ച് പോയ കുടുംബത്തിൽ വന്നിട്ട് ആ മുഖം ജനിച്ചത് മക്കൾക്ക് ആ പാമ്പിൻ്റെ മുഖത്തോട് കൂടി ജനിക്കുക, അതിൻ്റെ ദോഷങ്ങളൊക്കെ വന്നിട്ട് ആ സമയത്തിലെത്തിയ എന്താണ് അതിനുള്ള കർമ്മദോഷങ്ങളൊക്കെ പറയാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഈ ജീവനെ പിന്നെ വീണ്ടും കിടക്കാതെ ഒരാൾ എടുത്ത് കിടക്കുമ്പോൾ ആ ജീവനെ പിടിച്ച് മാറ്റാൻ നോക്കിയതാണ് ആ സങ്കല്പത്തിൽ. ആ സങ്കല്പത്തിൽ മാറ്റം എന്താണ് സംഭവിക്കുന്നത്? ഈ വ്യക്തിയുടെ ജീവനോട് കൂടിയാണ് മാറുന്നത്. അപ്പം എന്ത് ചെയ്തു? വേണ്ട, ഈ ജന്മത്തിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഈ ജന്മത്തിൽ പിടിച്ച് മാറ്റുമ്പോൾ ജീവനും പോകുന്നു. അപ്പോൾ ജീവനോട് ഒട്ടിക്കിടക്കുകയാണ്. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ ശാസ്ത്രമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ ശുദ്ധീകരിച്ച ഒരു തലമുറ, അതിനെ പിതൃശുദ്ധി എന്ന് കർമ്മം ചെയ്തു കൊടുക്കുന്നു. പിതൃക്കളൊക്കെ എങ്ങനെ ജന്മാന്തരങ്ങളായി കർമ്മം അറിയാതെ തെറ്റി അശുദ്ധമായി നിൽക്കുക. അപ്പോൾ പിതൃക്കളെ ശുദ്ധീകരിക്കുക അല്ലേ? ശുദ്ധീകരിച്ചാൽ പോലും എന്ത് ചെയ്യണം? ആ കുടുംബം സൂക്ഷിപ്പോടെ ജീവിക്കണം എന്നാണ്. എന്നാലേ ആ 7ാമത്തെ തലമുറയാകുമ്പോഴത്തേക്ക് പൂർണ്ണ ശുദ്ധിയായിട്ട് അപ്പോഴത്തെ സംഭവിക്കുന്ന ഈ ദൈവവും മനുഷ്യരുടെ ബന്ധം, ഈ അച്ഛൻ മക്കൾ ബന്ധത്തിലേക്ക്, ആ രൂപത്തിലേക്ക് വരും. അതാണ് സത്യയുഗം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ എവിടുന്ന് പറയല്ല, നമ്മളെ ഗുരുവാണിയിൽ കൂടിയും ആ ആശ്രമത്തിലെ പ്രസിദ്ധീകരണത്തിൽ കൂടിയൊക്കെ മനസ്സിലാക്കിയതാണ്. പിന്നെ വേറെ പരാതി പറഞ്ഞത് ആശ്രമത്തിൽ കണ്ടിട്ടില്ല താടിക്കാരൻ അല്ലേ? യെസ് താടിക്കാരൻ നോക്കാം. പിന്നെ നിരാശ. ഇപ്പം താടിക്കാരൻ ഞാൻ സ്ഥിരമായിട്ടൊരു താടിക്കാരനായിരുന്നില്ല. ഉണ്ടോ? അതെൻ്റെ ഫോട്ടോ. താടിക്കാരനാണോ? അല്ല. താടിയുണ്ടോ? താടിയുണ്ടോ? എന്തെങ്കിലും നിരാശ തോന്നുന്നുണ്ടോ? എൻ്റെ ഒക്കെ അസിസ്റ്റൻസ് ആണ് അത്. പിന്നെതാ ഇത് കാശ്മീരിൽ പോയപ്പോൾ എടുത്തതാ. തീവ്രവാദികളെ പിടിക്കാൻ പോയതാ. കുറേ തീവ്രവാദികളുണ്ട് ഇന്ത്യയിലൊക്കെ, നമ്മളെ കേരളത്തിലുള്ളു പറയണം. തടിയില്ലല്ലോ? ഉണ്ടോ? വൈഫ് തടിയില്ലല്ലോ? ഉണ്ടോ? തടിയില്ല? ഇല്ല. ബാംഗ്ലൂർ എയർപോർട്ടിലാണ്.
തടിയില്ലല്ലോ അപ്പോഴാണ് 2020 വൈഫ് തടിയില്ലോ? തടിയില്ല. ഇപ്പം തടി വന്നേ. പിന്നെ ആസമ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നോക്കാം. ആസമത്തേക്ക് പരിചയമുണ്ടോ? മധുരനാഥൻ സ്വാമി, എൻ്റെ വീട് തറക്കല്ലിടുക. ആ മറ്റേത് അനൂപ് ബ്രഹ്മചാരി അല്ലേ? ഇതാണ് ഞാൻ. തടിയുണ്ടോ? ഓക്കെ, സമ്മതിച്ചല്ലോ. പാസമത്തെ പോയില്ല, പരിചയമില്ല. ഇതാ തടിയുണ്ടോ? ഇതാ അപ്പുറത്താണ്. ഇത് നമ്മളെ സ്വാമി ചന്ദ്രവി തന്നെ ഉണ്ട്. ബ്രഹ്മചാരി ശ്രീജിത്ത് വീട്ടിലാണേ, എൻ്റെ വീട്ടിലാണ്. പിന്നെ വീട്ടിലെ കുടുംബ യോഗം നടക്കുക. മുറ്റത്താണ് ഉണ്ടല്ലോ, കണ്ടില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു. താടിയും അങ്ങനെ നീട്ടിയിട്ടൊന്നുമില്ല. എപ്പോൾ താടി വന്നു എന്നുള്ളത് പറയാം. അപ്പം അങ്ങനെയുള്ള ഞാൻ താടി വെക്കാൻ കാരണം, അല്ലെങ്കിൽ നിരാശ ഉണ്ടാവാൻ കാരണം ഇപ്പം ഈ കോലത്തിൽ നിങ്ങൾ ആക്കിയ കാരണം നിങ്ങളെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ താടി സംഭവം പറഞ്ഞല്ലേ? അതായത് 2020 അവസാനം ഡിസംബർ കൂടി ഇവിടെ വീട്ടിൽ നമ്മുടെ പത്മപ്രകാശ സ്വാമി, നിസംഗാജന്നി, പിന്നെ നമ്മുടെ പണ്ട് ദർശനം കിട്ടി, ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദർശനം കിട്ടി ചമ്പാലത്തകളിലൊക്കെ എഴുതിച്ചില്ലേ? അപ്പോൾ പറയുന്ന മഹേഷ് കുമാർ, പിന്നെ ആശ്രമത്തിൽ എപ്പോഴും ഗുരുവിൻ്റെ എല്ലാ കാര്യത്തിനും ഒക്കെ നിന്നിരുന്ന ബന്ധപ്പെട്ടിരുന്ന ഉദയഭാനു, ചേട്ടൻ്റെ മകൻ ശശി ഉദയഭാനു, പിന്നെ ആശ്രമത്തിൽ കുടുംബസമേതം കർമ്മോദ്ധാനം ചെയ്തുകൊണ്ടിരുന്ന അജിത്ത് മയ്യനാട്, പിന്നെ മറ്റേ ചേട്ടൻ്റെ പേര് മറന്നു, കുറേ പേരുണ്ടായിരുന്നു. അജിത്ത് സ്വാമി, പിന്നെ ആശ്രമത്തിൽ എപ്പോഴും പാഠശാലയും പിന്നെ എല്ലാം കഴുകി തുടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വെളുത്ത് തെളിച്ചിട്ടൊരു ചേട്ടൻ, പിന്നെ ഒരു 10-12 പേരുണ്ടായിരുന്നു ആശ്രമത്തിലെ ഉള്ള ആളുകൾ. ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ മെയിനായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ട്. ഇവരൊക്കെ ഒരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ ഒരു വയനാട്ടിലെവിടെ പോകുന്ന വ്യക്തി ഇങ്ങനെ, അതിനു മുമ്പ് ഈ നന്മാൻസ് എന്നൊരു കൂട്ടായ്മയിൽ എന്നെ ഒരു ഇവർ ഇട്ടിരുന്നു ചില കാര്യങ്ങൾ, ഞാൻ ചില സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെയാണ് ഇവർ എന്നെ അറിയുന്നത്. അങ്ങനെയാണ് ഇവർ എന്നെ അന്വേഷിച്ച് വന്നത്. അല്ല, അവരവിടെ പോയിരുമ്പോൾ വിളിച്ചു, ഒന്ന് വരട്ടെ വെച്ച് ഇവിടെ വന്നിട്ട് ആശ്രമത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊരു പ്രതീക്ഷയും അല്ലെ ഒരു ഗുരുവിൻ്റെ വേദനകളൊക്കെ നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഗുരു പറയുന്നതല്ലേ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങളിത് അനുസരിക്കുന്നില്ലല്ലോ, അതാണ് എൻ്റെ വേദന. ഇപ്പോൾ അവിടുത്തെ ജന്യമാരോട് പറഞ്ഞില്ലേ, ഈ ഇത്രയും ചെറുപ്പത്തിലെ വളർത്തിയെടുത്ത പെണ്ണ് എന്നെ കൊലക്കി കൊടുത്ത വകയായി മാറി എന്നൊക്കെ ഗുരു പറഞ്ഞ ഓർമ്മയില്ലേ, വേദനിച്ചിട്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അത് ഗുരുവിൻ്റെ വേദന എന്താണ്? ഇത്ര ജന്മാന്തരങ്ങളായി വന്ന് ഇത് പൂർത്തീകരിച്ചു. അനവധി ഗുരുക്കന്മാർ പരാജയപ്പെട്ടിട്ടും ഇവിടെ ഇത് പൂർത്തീകരിച്ചു. അതും ചെയ്തെടുക്കാൻ
കഴിയാത്തതിൻ്റെ വേദന ഒരു പങ്ക്. ആ വേദനയിൽ നിന്ന് ഉള്ള ഒരു വിഷമം, ആ വിഷമം എൻ്റെ അടുത്ത് അത് കാണുന്നുണ്ട്. അല്ലാതെ വേറെ ജീവിതത്തിൽ നിരാശയോ ഒന്നും ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ കള്ളുപിടിച്ചതല്ല. മനസ്സിലായോ? അപ്പം എന്താണ് നിങ്ങളിപ്പോൾ എന്താ ഗുരു വാക്ക് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഗുരു ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റും. ഏത് ഗുരു വാക്ക് മാറ്റുക? ബ്രഹ്മസ്വീകരണ ഗുരു എന്ന് പറ്റുക. നിങ്ങൾ വാക്ക് തെറ്റിക്കരുത് എന്നാണ് ഗുരു പറയുന്നത് പലപ്പോഴും. നിങ്ങൾ വാക്ക് തെറ്റിക്കരുത്, വാക്ക് തെറ്റിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഗുരുവിനെ അതൊന്നും പറഞ്ഞതല്ലേ? വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം പറഞ്ഞിട്ടല്ലേ? അപ്പോൾ ഏത് ഗുരുവാണ് രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്ക് മാറ്റി പറയുക, വൈകുന്നേരം വേറെ പറയുകയൊക്കെ ചെയ്യുന്ന ഏത് ഗുരുവാണ്? നിങ്ങളങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് ഏത് ഗുരുവാണ് വാക്ക്? നിങ്ങളെ ചുവട്ടിൽ ഏതെങ്കിലും ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്കുകൾക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു? അല്ലെങ്കിൽ ഗുരുവിൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടില്ലേ ഈ അമെൻഡ്മെൻ്റ് ഇല്ല? പിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു? ഇത് പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൽ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്താണോ നമ്മൾ ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക അത് ചെയ്യണമെന്ന് പറഞ്ഞു. നിയമത്തിന് അതീതമായിട്ടല്ല പറഞ്ഞു. ഇവിടെ നിങ്ങൾ അതിന് ശേഷം എന്താ എത്തിച്ചത്? ബൈലൊക്കെ മാറ്റിയില്ലേ? ഇപ്പം എന്താ നിയമത്തിനതീതം, ചോദ്യം ചെയ്യാൻ പാടില്ല, നിയമത്തിനതീതം. അത് ഏത് വകുപ്പാണ്? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണം. നിങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത്? ഈ തരത്തിൽ ആശ്രമത്തിൻ്റെ ആശയത്തെയും ഇതിനെയൊക്കെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം എന്താ, എങ്ങനെ നടപ്പിലാക്കണം പറയുന്നത്? അല്ലെങ്കിൽ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു എന്നുള്ളിടത്ത് നിങ്ങൾ ഇതിൻ്റെ ഡിസ്കഷൻ കാണുന്നെന്താ? ഗോഡ് ട്രൂത്തു അല്ലേ എന്നെന്തോ കണ്ടു. അപ്പോൾ അത് പൂർണ്ണമായിട്ടാണോ ഉള്ളത്? അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ഇത് മാറ്റി വരുത്തുമ്പോൾ അത് ചോദിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ പല ഗ്രന്ഥങ്ങളിലും ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാ ഈ ഖുറാനില് ഒന്നാമത്തെ അധ്യായം ഫാത്തിഹ പ്രാരംഭം അതില് ഖുറാനാട്ടോ 87 നോക്കുക. വലക്കത്ത് ആയിത്ന മുസൽ കിതാബ ഈ വായിക്കണമെന്ന് അറിയില്ല. അയിനാം ഇമ്പ അതിനി ബസ്രൂനി ആയിത്ന, ഞാൻ അതിൻ്റെ മലയാളം പറയാം. നിശ്ചയമായ മൂസാക്ക് നാം ഗ്രന്ഥം നൽകി, അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. മറിയാമിന്റെ മകനായ ഇസ്ഹാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തം നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകുകയും ചെയ്തു. നിങ്ങളുടെ മനസ്സിനെ പിടിക്കാത്ത കാര്യങ്ങളുമായി ദൈവദൂതൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലയെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ ബൈബിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ബൈബിളില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിൽ ഫുള്ള് വായിക്കാൻ, ഈ കുറഞ്ഞ ഭാഗം മാത്രം വായിക്കാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നത്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകന്റെ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരം വിധിക്കപ്പെട്ടതും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനി വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്നത് കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പൊ അതാണ് സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഇപ്പൊ ഖുറാനിലും ബൈബിളിലും. ഇത് ബൈബിളാണ്, ഇത് പഴയ ബൈബിൾ. ഇതിപ്പോ ഒരുപാട് വായിക്കാൻ കുറെ കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഖുറാനിലെ ഗുരുവിനെ കുറിച്ച് എന്താണ്, വകുല്ല ഷൈൻ അക്ഷൈനാഫീം ഉമാ ഇമാമിൻ മുബീൻ. വകുല്ല ഷൈൻ അക്ഷൈന ഇമാം എന്നാണ് സർവകാര്യങ്ങളും ഒരു ഗുരുവിൽ, ഒരു ഇമാമിൻ അധിഷ്ഠിതം. അതാണ് പരമഗുരു എന്ന് പറയുന്നത്. ആദി പുരുഷൻ അല്ലേ? അപ്പോൾ ആദി ഗുരുവിനെ കുറിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദിഗുരു എന്ന് പറയുമ്പോൾ ആദിസങ്കല്പം അല്ലേ, ഒരു സൃഷ്ടിയിലൊരു ഇതാണ് അല്ലേ, ഒരു ആദ്യം ആദം അല്ലേ,
ആദ്യമായി വന്നത് ഗുരുവാണ് ഭൂമിയിൽ. അപ്പം അത് എങ്ങനെയാണ് ഗുരുഗീതയിൽ പറയുന്നത്? ഗുരുഗീതയിൽ സപിതാ സചമേ മാതാ സ ബന്ധുശ്ച ദേവത സംസാര മോഹനാശായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരു അവൻ്റെ സർവസ്വമാണ്. അവൻ തൻ്റെ പിതാവും മാതാവും ബന്ധുവുമാണ്. സമസ്ത സംസാര ബന്ധങ്ങളിൽ നിന്ന് വിമുക്തമാക്കുന്ന ദൈവവും അവൻ തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം. അപ്പോൾ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അച്ഛനും അമ്മയും എല്ലാം ഗുരു തന്നെയായിട്ടാണ്, അല്ലേ? അപ്പോൾ അവസാനവും അങ്ങനെ തന്നെയാണ്. നമ്മളെത്ര എന്തെല്ലാം ബന്ധു അല്ലെങ്കിൽ ഏക ഏവ പരോ ബന്ധു വിഷമേവ സമുപസ്ഥിതേ ഗുരു സകല ധർമാത്മാ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഏക ഏവ പരോ ബന്ധു. അപ്പം നമുക്ക് ഈ ബന്ധങ്ങളും സ്വന്തങ്ങളും ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കളൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമുക്ക് ആരാണ് ബന്ധു എന്ന് പറയുന്നത്? നമ്മുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശം നമുക്ക് ബന്ധവും വരുന്നത് അവസാനം ഒരു വിഷമഘട്ടം എന്ന് പറയുമ്പോൾ ആ ശരീരം വിട്ടു പോകുന്ന ആ ഘട്ടത്തിൽ നമുക്ക് ആരാണ്? ആ ഗുരുവിലേക്ക് തന്നെ പോകണം. അവിടെയാണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും എല്ലാം ഉള്ളത്, സകലതും. അതല്ലേ ശാന്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ലേ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു എറ്റേണൽ ട്രൂത്ത് എന്ന ഒരു ഗുരു മാത്രമാണ്, ഒരു സത്യം മാത്രമാണ്. അത് ആ സത്യം വന്ന് ഭൂമിയിൽ വന്ന് പ്രവർത്തിച്ചു പോയാൽ അത് വേറൊരാളെ ജീവനിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൺഫ്യൂഷൻ കോൺട്രഡിക്ഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ശാന്തിഗിരിയുടെ സ്മരണാഞ്ജലി, ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം സംഭവിച്ചത്. അതിൽ പറയുന്നത് വേൾഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗുരു, ഗുരു ഈസ് ഗോഡ്. അപ്പോൾ അതിൽ സ്മരണാഞ്ജലിയിൽ കാരുണ്യഭാരതിയും ലോകരക്ഷകനുമായ ഗുരു അങ്ങയുടെ തിരു ശരീരത്തിൻ്റെ വിയോഗം സംഭവിച്ചുവെന്ന് ചിന്തിക്കുവാനേ ഞങ്ങൾക്ക് കഴിയുന്നില്ല. വിഷമിക്കരുതെന്നാണ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മനുഷ്യരല്ലേ. പുഞ്ചിരി വഴിക്കുന്ന ആ തേജോമുഖം നിത്യസ്മരണയായി അവശേഷിക്കുന്നു. ജീവിതം തന്നെ ആശയമാക്കി മാറ്റിയ സ്നേഹനാഥ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പൂർവാധികം ശക്തിയോടെ എങ്കിലും അങ്ങയുടെ തിരുശരീരം കണ്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല. ആ വ്യഥ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ആ ഗുരു ശരീരം വിട്ട് പോയത് നമുക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വിഷമം നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നു. പിന്നെ ആ വിഷമം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരു എന്താണോ ഇവിടെ നമ്മളിൽ സന്നിവേശിപ്പിച്ച് പോയത്, ആ ഗുരു പരമ്പരയിൽ അത് പ്രവർത്തിച്ചെടുക്കുമ്പോഴാണ് ആ സന്തോഷം വരുന്നത്. അത് പ്രവർത്തിക്കാതെ ഗുരുവാക്ക് തെറ്റിച്ച് പോകുന്ന ആ രീതിയിലേക്ക് ഗുരുവിൻ്റെ ഒരു കാര്യങ്ങളും ഗുരു ആഗ്രഹിച്ച പോലെ നടക്കാത്ത രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുഖത്ത് വിഷാദം ഭാവം ഉണ്ടാവും. അതാണ് ഇന്നലെ നിങ്ങൾ ആര് പറഞ്ഞത്? ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത്. മുഖം കണ്ടിട്ട് ഭയങ്കര വിഷാദമുണ്ട്. ആ വിഷാദം മാത്രമേ, വേറൊരു വിഷാദം എനിക്കില്ല കേട്ടോ. അപ്പം ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? നിന്നെ അവർക്ക് മനസ്സിലാകുമ്പോൾ അവർക്ക് നിന്നെ കാണാനാവില്ല എന്ന ഖുറേഷ്യ ഫക്കീർ സ്വാമികളുടെ പ്രവചനം ഞങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതായത് ഗുരുവിനെ മനസ്സിലാക്കിയിരിക്കുമ്പോഴേക്കും ഗുരു ശരീരത്തും പോയിട്ടുണ്ട്. അപ്പോൾ അർജുനെ പറ്റിയില്ലേ? പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കൂട്ടുകാരനായിട്ട് കൊണ്ടു നടന്നു. അവസാനം ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാണ് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരെന്തെല്ലാം പറഞ്ഞിട്ട് വിശ്വസിക്കാതെ അവസാനം തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് എന്നിട്ടേ പറഞ്ഞ അനുസരിക്കുന്നുള്ളൂ. ഗുരു ഒന്നും കാണിച്ചു തന്നില്ല. ഗുരു എന്തെങ്കിലും പിന്നെ എന്താ പറയുക, ഈ പറയുന്ന എന്താ പറയുക, അതൊന്നും കാണിച്ചില്ല. സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു കാണിച്ചു. അതുകൊണ്ട് നമ്മൾ അത് ആ ഗുരു എന്ന് നിസ്സാരവൽക്കരിച്ച് ഈ മനുഷ്യരാശി പോയി ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്യുന്നത് അതാണ് ഈ വിഷമം വരുന്നത്. മനസ്സിലായി? വേറെ ഒന്നുമല്ല. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി എല്ലാമായി തീർന്ന അങ്ങയുടെ ചരിത്രം വർണ്ണിക്കാനാവില്ല. ദൈവം മുഖാവരണങ്ങളെന്ന് മനുഷ്യനായി ഗുരുരൂപത്തിൽ വരുമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ദൈവത്തിന്റെ മുഖാവരണം മനുഷ്യരൂപത്തിൽ വരുന്നതാണ്. പക്ഷേ മനുഷ്യർക്ക് മനസ്സിലായില്ല. അതിന് വിവേകവും ബോധം ഉണ്ടായില്ല. എല്ലാവരും പുസ്തകങ്ങളുടെ പിന്നെ ആശയങ്ങളുടെ വരെ ഗ്രന്ഥങ്ങളുടെ പുറകെ പോയി. എന്നിട്ട് ഞാൻ സ്വയം പണ്ഡിതനാണ്, ഞാൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അഹങ്കാരം ഒക്കെ മാറ്റാൻ പറഞ്ഞത്. ഈ ലോകമക്കൾ മറ്റുള്ളവരിൽ നിന്ന് വാരി വലിച്ചു കൂട്ടി തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അങ്ങ് ഉള്ളതെല്ലാം മറ്റുള്ളവർ ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടേതായ അനിശ്ചയ ലോകം പടുത്തുയർത്തുകയായിരുന്നു. മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് എല്ലാം നേടുകയായിരുന്നു. എല്ലാം ത്യജിക്കുന്നവർക്ക് മാത്രമേ എല്ലാം നേടാനാവൂ എന്ന് അങ്ങ് ഞങ്ങളെയും ലോകത്തെയും പഠിപ്പിച്ചു. എതിർപ്പുകളെ പോലും ഒരിക്കലും മായാത്ത സ്നേഹബിംബങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങൾ കീഴടങ്ങി അവിടെ അങ്ങയുടെ സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പിടിക്കുന്നു.
ആദിയിലല്ല അന്ത്യഭാവത്തിലും ഏകസാക്ഷിയായി നിൽക്കും പ്രകാശമേ, ആദി സങ്കല്പമേ. ഈ പ്രപഞ്ചം അങ്ങയുടെ സങ്കല്പത്താൽ സൃഷ്ടമാണല്ലോ. സർവ്വചരാചരങ്ങളും ആവിർഭവിക്കുന്നതും നിലനിൽക്കുന്നതും തിരോഭവിക്കുന്നതും അങ്ങയിലൂടെയാണല്ലോ. ബ്രഹ്മേശ നടപ്പാക്കാൻ മാറ്റി നിർത്തപ്പെട്ട ജീവനാണല്ലോ അങ്ങ്. ആദി സങ്കല്പത്തിലേക്ക് അങ്ങ് പ്രപഞ്ചകർത്താവായി തീർന്നിരിക്കുന്നു. ദൈവത മനസ്സായ അങ്ങയെ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഋഷിമാരും വാഴ്ത്തി സ്തുതിക്കുന്നത് ഞങ്ങൾ ദർശനത്തിൽ കാണുന്നു. അങ്ങ് ജീവിച്ചു തീർത്ത പന്താവും കടന്നു വന്ന ശ്രേണികളും ഞങ്ങളുടെ മുൻപിലുണ്ട്. അങ്ങ് സഹിച്ച കഷ്ടപ്പാടുകളെ വിവരിക്കാനാവില്ല. ജാതിമത ഭേദമില്ലാതെ, ധനിക ദരിദ്ര വിവേചനമില്ലാതെ, പണ്ഡിത വാമര വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഭക്തനെ കൈവടിയാത്ത പരമ കാരുണ്യമേ, അങ്ങയുടെ അന്ത്യനിമിഷം വരെയും ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങയുടെ കാരുണ്യത്തിന് എത്തുന്നവർ ദുഃഖഭാരത്തോടെ വരികയും സന്തോഷഭരിതമായി തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. ശ്രദ്ധിക്കണം, ഇപ്പോഴും അത് തുടരുന്നു. ഉണ്ടോ? ദാഹിച്ചു വലഞ്ഞു വരുന്നവർക്ക് മരുഭൂമിയിലെ ജലാശയമാണ്. ദാനധർമാദികൾ കൊണ്ട് അങ്ങ് ലോകത്തെ കീഴടക്കി. ഇത്രയധികം ദാനം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ? മനുഷ്യാകാരം പൂണ്ട സാക്ഷാൽ കാമധേനുവാണല്ലോ അങ്ങ്. അങ്ങയുടെ അടുത്ത് വരുന്നവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. മാനവ മോചനത്തിനായി ഇറങ്ങുന്ന അതിമാനദത്തെ അനന്തകോടി സൗരയൂഥങ്ങൾക്കും അധിപനായ ഗുരു, അനന്തകോടി സൗരയൂഥങ്ങൾക്കും അധിപനായ ഗുരു, കൽപ്പാന്തകാലം വരെ അങ്ങ് ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആ പാദാംബുജങ്ങൾ ഞങ്ങളുടെ ആത്മബലം സമർപ്പിക്കും. അങ്ങയുടെ കാരുണ്യശേഷത്താൽ വരുന്ന പരമ്പര പ്രാർത്ഥനാപുരം നാരായണ നമ്പൂതിരി. ഇത് ശാന്തിഗിരിയിൽ നിന്ന് ഇറങ്ങിയ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലായല്ലോ. ആ മഹാഗുരുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ അവരെ പാദങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ല. ഇപ്പൊ ഖുർആനിലൊക്കെ ഞാൻ കുറെ ഓടിച്ചു നോക്കിയപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടു. ആ സൃഷ്ടാവിനെ അല്ലാതെ മറ്റ് ഒരാൾ അതിന്റെ സൃഷ്ടി അതിന്റെ പാദങ്ങളിൽ നമിക്കാൻ പാടില്ല. ഒരു മനുഷ്യ രൂപെടുത്ത ഒരാളെ അല്ലെങ്കിൽ ഗുരുവിന്റെ താഴെ നമ്മൾ പ്രണാമം അർപ്പിക്കാൻ പാടില്ല, അവർ സ്തുതിക്കാൻ പാടില്ല. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതേ പറയുന്നുള്ളൂ. മറ്റ് ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിൽ നെഗറ്റീവ് പറയുന്നു എന്നാ പറയുന്നത്. ചന്ദ്രബാബുവിൻ്റെ ചാനൽ അല്ലെങ്കിൽ മൊട്ടത്തലയിലെ ചാനൽ നെഗറ്റീവ് പറയുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നെഗറ്റീവ് പറയുന്നു പറയണമെങ്കിൽ പിന്നെ അതായത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ സംശയം ചോദിക്കുമ്പോഴാണ് നെഗറ്റീവായി തോന്നുന്നത്. അത് നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നത്, അത് പറയും നെഗറ്റീവാണോ അല്ലേ നിങ്ങൾ തീരുമാനിക്കും. അവിടെ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് നെഗറ്റീവായി നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത പറയുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുകയാണ്. അത് നെഗറ്റീവ് വർദ്ധിപ്പിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയിലൊക്കെ ഈ നെഗറ്റീവ് ഉണ്ടല്ലോ. സൃഷ്ടി ദൈവികത്തിൽ തന്നെ ഗുരുവിൽ കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്, നന്മയും തിന്മയുണ്ട്. ഈ അതുപോലെ ഭഗവത്ഗീതയിലെ പിന്നെ സത്വഗുണം രജോ ഗുണം തമോ ഗുണമൊക്കെ ഗുണങ്ങളില്ലേ, ഗുണകർമ്മ അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ്. ഇരുട്ടും വെളിച്ചവുമാണല്ലോ. ഇരുട്ടില്ലാതെ പകൽ തന്നെ വെറും വെളിച്ചം തന്നെ ഫുൾ ടൈം അവസ്ഥയാണ്. രാത്രി കിടന്നുറങ്ങണ്ടേ? ഉറങ്ങിയാലേ വീണ്ടും ഉഷാറായിട്ട് വരും. സ്വപ്നത്തിൽ പിന്നെ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ സോൾ ഇങ്ങനെ കുറേ അങ്ങ് സഞ്ചരിച്ചൊക്കെ വീണ്ടും തിരിച്ച് വരികയല്ലേ. തിരിച്ചെത്തിയില്ലെങ്കിൽ നമ്മൾ കിടന്നിടത്തുനിന്ന് രാവിലെ നാളെ പിറ്റേന്ന് പറയുന്ന കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് എണീറ്റില്ല പോയി. അപ്പോൾ സോള് പോയി തിരിച്ചു വന്നില്ല. അതൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ പറയാറില്ല അബോധ മനസ്സ് ഉപബോധ മനസ്സ് അങ്ങനെ പറയുന്നത്, അതൊക്കെ അതിൽ പെട്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടേ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് ഉണ്ടാവും. നെഗറ്റീവ് ഇല്ലാതെ വർക്ക് ചെയ്യുമോ? അപ്പോൾ ബൾബ് എത്തണമെങ്കിൽ പോസിറ്റീവ് മാത്രം മതിയോ? പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ ആണ് ഈ ഇത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നന്മയും തിന്മയും എന്താണ്? നന്മ മാത്രം എന്ന് പറഞ്ഞാൽ തിന്മ ഉണ്ടെങ്കിൽ ഇത് തിന്മയൊന്നും ഇത് നന്മ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നെഗറ്റീവ് വേണ്ട, തീരെ വേണ്ട എന്നാൽ നമുക്കൊന്നും കാര്യമില്ല. പ്രകൃതിയിലുള്ളതാണ്, സൃഷ്ടിയിലുള്ളതാണ്, ദൈവത്തിൻ്റെ ആവശ്യം തന്നെ ഈ നെഗറ്റീവ് വേണം. അത് പ്രവർത്തനത്തിന് ആവശ്യമാണ്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ അത് നെഗറ്റീവിൻ്റെ അംശം കൂടിപ്പോയാലേ കുഴപ്പം. പോസിറ്റീവ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ഭാഗം നെഗറ്റീവ് ഭാഗമില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൈകളൊക്കെ കൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശം ബുദ്ധിയൊക്കെ വരുന്ന ഇത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കണ്ടേ? സഞ്ചരിക്കാൻ ഈ കാലുകൾ ഭാഗം വേണ്ടേ?
അപ്പോൾ നെഗറ്റീവ് നിങ്ങൾ മാറ്റി വെച്ചാൽ എന്താ കാര്യം? നെഗറ്റീവ് ആണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുക, നെഗറ്റീവാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളത് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ല. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ പറയും, അതിലാണ് അത് നെഗറ്റീവാണ്, നെഗറ്റീവ് കേൾക്കാൻ പറ്റില്ല എന്നല്ല പറയേണ്ടത്. അല്ലേ അതല്ലേ എൻ്റെ ശരി? അപ്പോൾ നിങ്ങൾ വേണ്ടത് ആരെങ്കിലും നെഗറ്റീവ് പറയുന്നത് കണ്ടുപിടിക്കുന്ന പകരം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ തേടി മറ്റ് ഗുരുക്കന്മാരെയൊക്കെ തേടി പോകുന്നതിന് പകരം യഥാർത്ഥത്തിൽ നിങ്ങൾ ആശ്രമത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് പിന്നെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോഴത്തെ ആളുകൾ പലരും ഇതൊന്നും ഈ ഗുരു പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ എന്താണ് മനുഷ്യൻ പാലിക്കേണ്ട ചില ഗുണങ്ങൾ, ചില കർമ്മങ്ങൾ ഒരു വിഷയം വായിച്ച പതിവ്രതയും സുന്ദരിയുമായ അഹല്യയിൽ ഗൗതമമുനിയുടെ ഭാര്യ ത്രിമൂർത്തികൾക്കും ഉപരി നിൽക്കുന്ന ദേവേന്ദ്രന് അരുതാത്തത് തോന്നി. അപ്പോൾ ഈ അസൂയ കുസുമ്പൊക്കെ ഉണ്ടല്ലോ. പാതിരാത്രി ദേവേന്ദ്രൻ ഒരു പൂവൻ കോഴിയായി കൂവി മുനിയെ നേരത്തെ ഉണർത്തി. രാത്രി 3 മണിയായി എന്ന് തോന്നിയ ഗൗതമമുനി ഗംഗാസ്നാനത്തിനായി പോയി. ഗംഗ ഉണർന്നില്ല എന്ന് സ്പർശം കൊണ്ട് തന്നെ മുനിക്ക് ബോധ്യമായി. അദ്ദേഹം ചിന്തിച്ചപ്പോൾ ദേവേന്ദ്രന്റെ കള്ളക്കളി മനസ്സിലായി. ദേവേന്ദ്രൻ ഗൗതമമുനിയുടെ രൂപം ധരിച്ച് അഹല്യയെ പ്രാപിച്ചു. അഹല്യയ്ക്ക് അത് സ്വന്തം ഭർത്താവല്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. മടങ്ങി വന്ന ഗൗതമമുനി തൻ്റെ തന്നെ രൂപം ധരിച്ചു നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ട് ശപിച്ചു. ദേവേന്ദ്രന്റെ ശരീരം മുഴുവനും ഉണ്ടായി. പതിവ്രതയായ അഹല്യയ്ക്ക് പോലും സ്വന്തം ഭർത്താവിന്റെ രൂപം ധരിച്ചു വന്ന ദേവേന്ദ്രൻ തിരിച്ചറിയാൻ കഴിയത്തിൽ ഭർത്താവ് മുനിയുടെ ശാപത്തിന് അഹല്യ ഇരയായി. അപ്പോൾ അഹല്യയ്ക്ക് അതെ പറ്റിയാണല്ലോ. അപ്പോൾ അതൊരു എന്തൊരു പ്രശ്നം, എന്തായാലും ചിലയായിപ്പോയി. ത്രിമൂർത്തികൾക്കും മുകളിൽ നിൽക്കുന്ന ദേവന്മാരുടെ ഇന്ദ്രൻ കാട്ടിയ വിക്രിയ കണ്ടോ? ആ ദേവന്മാർ ഇന്ദ്രനായിരിക്കുന്ന വിക്രിയ കണ്ടില്ലേ? വേണ്ടാത്ത പണിക്ക് പോയി. ദേവേന്ദ്രൻ സൗരയൂഥം മുഴുവൻ ഉഴറി നടന്നു. രാത്രിചരനായി പകലുകളിൽ ആരുടെയും ദൃഷ്ടിപ്പെടാതെ വിളിച്ചിരുന്നു. അതാണ് വേണ്ടാത്ത പണിക്ക് വല്ല കുഴപ്പം. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുടെ പാതിവ്രതത്തെപ്പറ്റി ത്രിമൂർത്തികളുടെ ഭാര്യമാരോട് നാരദൻ പുകഴ്ത്തി പറഞ്ഞു. അവർക്ക് അനസൂയയോട് അസൂയ തോന്നിയെങ്കിൽ അത്ഭുതമില്ല. എങ്ങനെയും അനസൂയയുടെ പാതിവ്രതം നശിപ്പിക്കപ്പെട്ടു കാണാൻ അവർ അതിയായി ആഗ്രഹിച്ചു. അനസൂയയുടെ പാതിവ്രത്യം പരീക്ഷിക്കാൻ അവർ ലോകം കൊണ്ടുണ്ടാക്കിയ അരി മലരാക്കാൻ ഒരു കൈ നിറയെ നാരദൻ വശം കൊടുത്ത് അനസൂയയുടെ കൈകളിൽ എത്തിച്ചു. അനസൂയ ശങ്കിച്ചില്ല. അത്രി മഹർഷിയുടെ പാദം കഴുകിയ ജലം തളിച്ച് സങ്കല്പിച്ച് അരി മലരാക്കി നാരദൻ മടക്കി കൊടുത്തു. ത്രിമൂർത്തി ഭാര്യമാർ അടങ്ങിയിരുന്നില്ല. അവർ ഭർത്താക്കന്മാരെ കണ്ട് നിവേദനം സമർപ്പിച്ചു. അനസൂയയുടെ പാതിവൃത്യം എങ്ങനെയും നശിപ്പിച്ചു കാണാൻ അവർ മൂവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭർത്താക്കന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. അവർ ത്രിമൂർത്തികൾ വിഷാദികളായി അനസൂയയുടെ അടുത്ത് ഭിക്ഷ യാചിച്ചു. പിറന്ന മേനിയിൽ ഭിക്ഷ നൽകാൻ അവർ അനസൂയയോട് പ്രേരിപ്പിച്ചു. അനസൂയ കാര്യം ചിന്തിച്ചറിഞ്ഞ് അത്രി മഹർഷിയുടെ പാദം കഴുകിയ ജലം സങ്കല്പിച്ച് ത്രിമൂർത്തികളെ പുറത്ത് തളിച്ച് അവരെ ശിശുക്കളാക്കി തൊട്ടിലിട്ട് താരാട്ടുപാടി. അതാണ് പാതിവൃത്തത്തിൻ്റെ മാസ്മരിക ശക്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ത്രിമൂർത്തികളെ പോലും ശിശുക്കളാക്കി മാറ്റാൻ കെൽപ്പുള്ള, അതാണ് മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ പാതിവൃത്തത്തെ എല്ലാ കാര്യത്തിലും പാതിവൃത്ത ചരിത്ര ശുദ്ധി ഇതിലൊക്കെ വരുന്നത്. അതാണ് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ വായിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ എന്തൊക്കെ പാലിക്കുക, എങ്ങനെ പോകണം, ധാർമ്മികത എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അതിനൊന്നും കണക്കെടുത്തിട്ട് കാര്യമില്ല. പോസിറ്റീവ് തന്നെ ഏറ്റവും എന്നുള്ളത് നമുക്ക് ഭാവി കണ്ടറിയാം. എന്തോട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഗുരു എന്തിനാണ് ആശ്രമം സ്ഥാപിച്ചതെന്ന് പറയാമോ? ഗുരു ആശ്രമം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതൊന്ന് വിശദീകരിച്ച് പറയാം. ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ പിന്നെ ഓരോരുത്തരും പോയി വീടിനകത്ത് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനോ അതങ്ങനെ ലോകം കണ്ടിരിക്കാനാണ്? അതോ ഈ കുട്ടികളെ ശുദ്ധയാക്കി വളർത്തി എന്താ പറയുക ഗുരുപൂജ എന്ന കർമ്മത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയില്ലേ? അപ്പോൾ ഗുരുപൂജ ചെയ്താലും അത് സൂക്ഷിച്ചില്ലെങ്കിൽ പിതൃശുദ്ധി വരുത്തുന്നതിന് മുമ്പ്, അതായത് ഗുരുപൂജ ചെയ്യുന്നതിന് മുമ്പ് ഗുരുവിൽ നിന്നും ഗുരുപൂജയുടെ മഹാത്മ്യം, പ്രാധാന്യം, ഗുരുപൂജ നടത്തിയ കുടുംബാംഗങ്ങൾ എങ്ങനെ ആയിരിക്കണം, ദിനചര്യ ചെയ്യേണ്ടത്, അവരുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇവയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അരുതാത്തത് അരുതല്ലാത്തത് എന്നിവ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടേ ഗുരുപൂജ ചെയ്യും. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഗുരുപൂജ ചെയ്ത പിന്നീട് ജീവിതത്തിൽ തെറ്റിപ്പോയ കുടുംബങ്ങളും വിധി വൈപരീത്യവും നാശവും തന്നെ മറ്റുള്ളവർ ഇത് അറിഞ്ഞാൽ പ്രവർത്തിക്കുകയും ഒക്കെ വേണം. ഈ അറിവ് കൊടുക്കണം.
ഗുരു പൂജ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. ഗുരു പൂജ ചെയ്തതിന് ശേഷം അങ്ങനെ ജീവിച്ചിൻ്റെ കാര്യമില്ല. ശരി. അപ്പോൾ അറിവ് ഇപ്പം എന്താ ഗുരുപൂജ ചെയ്യുമ്പോൾ ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ഗുരുപൂജ നടക്കുന്നുണ്ടോ? ഗുരുപൂജ ചെയ്ത ഒരു കുടുംബത്തിനും വലിയ ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നം വെച്ച് നോക്കിയാൽ എന്തായിരുന്നു? പിതൃക്കൾ ശുദ്ധമായി ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുന്നത്, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തത്. വിശ്വാസികളുടെ മനസ്സിലും നാവിലും മനസ്സിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും ദൈവമേ ഗുരുവേ എന്ന ചിന്തയും ഗുരുസങ്കല്പവും എപ്പോഴും ഉണ്ടാകണം. അവരുടെ ചിന്തയും വാക്കിലും പ്രവൃത്തിയിലും മറ്റൊന്നും കടന്നുകൂടാൻ പാടില്ലാത്തതാണ്. യാതൊരു നേർച്ചയും വഴിപാടും മറ്റൊരു ആധാര ക്രമത്തിലും വരുത്താതെ സൂക്ഷിച്ചില്ല എങ്കിൽ ആപത്ത് വിളിച്ചു വരുത്തും. പരിഹാരമില്ല, മാപ്പില്ല, നശിച്ചു പോവുകയേ ഉള്ളൂ. ആർക്കും ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞു. അപ്പോൾ എന്താണ്, ശിവൻ കോപിച്ചാൽ ഗുരു രക്ഷിക്കുന്നതാണ്. ശിവൻ പോലും ഗുരു കോപിച്ചാൽ നിവൃത്തിയില്ല എന്ന് ശിവൻ തന്നെ പറയുന്നില്ലേ ഗുരുഗീതയിൽ. അപ്പോൾ ആ തരത്തിൽ ഇതിൻ്റെ ഗൗരവത്തോടെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പോവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ പിന്നെ ധ്യാനിച്ചു ദർശനത്തിൽ കണ്ട് അത് കുടത്തിൽ വെച്ച വിളക്ക് പോലെ പോകും. ഇത് ആളുകൾക്ക് ഉപകാരപ്പെടണ്ടേ, മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഇതിപ്പോൾ പറഞ്ഞു അങ്ങനെ പറയാണ്ട. അതുകൊണ്ട് നിങ്ങളത് ഇതിപ്പോൾ നെഗറ്റീവാണെന്ന് പറയുക ഇപ്പോൾ പറഞ്ഞു. പിന്നെ ഈ ആശ്രമത്തിൻ്റെ സിസ്റ്റത്തിൽ ഗുരു പറയാറില്ലേ, ഉയർന്ന ആളുകൾ അത് തെറ്റ് ചെയ്താൽ അതിൻ്റെതായ ഫലമാണ്. ഒരു നടന്നു പോകുമ്പോൾ ഒരാൾ വീണാൽ ചെറിയ പരിക്ക് ഉണ്ടാവും. കുറച്ച് ഉയരത്തിൽ നടക്കുന്ന ആൾ വീണാൽ അതിനനുസരിച്ച് പരിക്ക് കിട്ടും. നല്ല ഉയരത്തിലാണ് സന്യാസിമാരൊക്കെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു വീഴ്ച പറ്റിയാൽ വലിയ അപകടമാണ്. അതാണ് തെറ്റ് ചെയ്യാൻ പാടില്ല. ഗുരു പറഞ്ഞാൽ സന്യാസിമാർ തെറ്റിയാൽ അവനെപ്പോൾ വെളിയിലാക്കണം എന്നത്. സന്യാസിമാർ ഈ ഗൃഹസ്ഥാശ്രമ സംഘത്തിൽ നിന്നാണ് ഈ സന്യാസത്തിലും ഉദ്ദേശിക്കുക ആശ്രമ ഭരണം കൊണ്ടുപോകേണ്ടത്. ആരെങ്കിലും സന്യാസി തെറ്റ് ചെയ്ത് അവനെ അപ്പനെ വെളിയിലാക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടില്ലേ. ഇപ്പം അത് വെളിയിലാക്കാൻ നോക്കിയാൽ ഒരൊറ്റ എണ്ണാടുണ്ടാകും. തെറ്റ് ചെയ്താൽ ശരിയായിട്ടാരാ പോകുന്നത്? ഒരാളെ പറയാം. ഒരാളെ ഗുരു ആഗ്രഹിച്ച് ഇന്ന രീതിയിൽ ഒരു പോകുന്നുണ്ട്, നിങ്ങളിങ്ങനെ വാചാടം പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലേ? അവിടെയാണ് വിഷയം. ദർശനമുണ്ടോ? ദർശനം കിട്ടുന്ന ആർക്കൊക്കെയാ? വിശ്വാസം പുറത്തുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഗുരു കൊടുക്കുന്നുണ്ട്, അതറിയാമോ? ഗുരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുപ്രീം പവർ വന്നിട്ട് പ്രവർത്തിക്കും. അപ്പം നിങ്ങൾ ഈ ന്യായീകരണം നേടിയിട്ടുണ്ടാവില്ല, ഒരു രക്ഷയില്ല. മനസ്സിലായിക്കോളൂ. പിന്നെ ഒന്ന് ഓർപ്പിക്കേണ്ടത്, പിന്നെ ഖുർആനിലെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഗുജറാത്ത് അതിൽ 49-ാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം, സത്യവിശ്വാസികൾ സഹോദരങ്ങളാകുന്നു, അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, അല്ലാഹുവെ സൂക്ഷിക്കാൻ നിങ്ങൾ കാര്യം ലഭിച്ചേക്കാം. പിന്നെ അടുത്ത 11-ാമത്തെ പറയുന്നത് സത്യവിശ്വാസികളെ, എന്നുവെച്ചാൽ ദൈവവിശ്വാസികളെ, അതായത് ഗുരുവിശ്വാസികളെ, അല്ലെങ്കിൽ ആത്മബന്ധുക്കളെന്ന് പറയാലോ, ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹസിക്കരുത്. ഇവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും കളിയാക്കരുത്. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് വല്ലവരും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്രക്കാർ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അറബി അറിയുന്നവർക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ വരെ പറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരെ പരിഹസിക്കരുത്. പേരറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ നിങ്ങളോട് ചോദിച്ചു, എന്തിനാണ് മട്ടത്തലയാ, താടിക്കാരാ, പാണാജി എന്നൊക്കെ പറയുന്നത്, നേതാജി എന്നൊക്കെ അറിയാം. അത് പ്രത്യേകം പറഞ്ഞോളൂ. നിങ്ങളൊരു ഗുരുവിശ്വാസിയാണ് എന്ന് തെളിയിക്കണേ. ആ തരത്തിൽ നിങ്ങൾ പെരുമാറണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യം. അപ്പം അതുപോലെ വേറൊരു വിഷയങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഓർക്കുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലായില്ല. അപ്പൊ അതിപ്പോ നമ്മുടെ ഗുരുമാർഗത്തിലായാലും നമ്മൾ ഗുരുവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ശരിക്കും ഇപ്പൊ മനസ്സിലായല്ലോ.
ആരാണ് ഈ കാര്യങ്ങൾ നിസ്സാരം സംസാരിക്കുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു എടുത്തിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുക, ഏറ്റവും വലിയ തൊഴിൽ മേഖലയൊക്കെ മാതൃകയായിട്ട് ചെയ്യേണ്ട ആണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എവിടെ എന്താ നടക്കുന്നത്? ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്കല്ലേ അവിടെ ചെയ്യുന്നത്? ആണോ അല്ലേ? നിങ്ങൾ കണ്ടുപോലല്ലേ? എന്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുക? നിങ്ങൾ ഗുരു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നല്ല ശമ്പളം കൊടുക്കാനും ഒരുപാട് ആളുകൾ തൊഴിലുണ്ടാക്കാനൊക്കെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും പ്രാർത്ഥന ഇത്ര കൊല്ലായി. ഇതിനെ ഒരു എക്സാമ്പിൾ. നിങ്ങൾ ഈ പറയുന്നതും യഥാർത്ഥമായിട്ട് എന്താണ് ബന്ധം? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ കള്ളുകൂടിയാണ്, മാനസിക രോഗമാണ്, നിങ്ങളാണ് സർട്ടിഫിക്കറ്റ് അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. നിങ്ങൾ പറയുന്നതല്ല യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത്. താടി ഇല്ലേ? എൻ്റെ താടി വന്നതും അറിയാലോ. അപ്പം അത് പോകാമെന്നുള്ളത് ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ പോകണം എന്ന് വെച്ചാൽ ഗുരു ആഗ്രഹിച്ച രീതിയിൽ ആസം എന്നാണോ ആയിത്തീരുന്നത് അതുവരെ ഈ താടി അവിടെ നിൽക്കട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ച് ഗുരു സകല കാര്യങ്ങളും അറിയിച്ചു തന്നിരുന്നതാണ്. ഗുരുവിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു ഓരോ കാര്യത്തിലും. ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് തന്നെ എന്തൊരു വിഷയത്തിലും. പക്ഷേ ഈ 19 എന്താ പറയുക, കോവിഡൊക്കെ വരുന്ന സമയത്ത്, അല്ലെ പ്രളയം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദർശനങ്ങളൊന്നും അറിയിപ്പൊന്നും കിട്ടാതെയായി. അപ്പം അത് എന്തുകൊണ്ട് ഗുരു അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊരു വിഷമമുണ്ടായി. മാത്രം ഈ ഒരു സംഭവത്തിൽ ഈ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗുരു ആഗ്രഹിച്ച രീതിയിലല്ല ആശ്രമം പോകുന്നത് എന്നൊരു യഥാർത്ഥം മനസ്സിലായപ്പോൾ, മാത്രമല്ല ഈ താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുറേ ടീം അവിടെ ഉണ്ട്. അപ്പോൾ ദൈവദർശനത്തിൽ എല്ലാ കാലത്തുണ്ടല്ലോ ദൈവത്തിൻ്റെ ഒരു സങ്കല്പം വിരുദ്ധമായി ചെയ്യുന്നൊരു ശക്തിവിശേഷം കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ശക്തിവിശേഷമൊക്കെ മാറി ദൈവദിശ എപ്പോഴാണ് നടപ്പാക്കുന്ന ആ സമയത്ത് അത് ഈ ജന്മത്തിൽ താടി പോക്കാൻ പറ്റുമോ, പറ്റുമെങ്കിൽ പറ്റട്ടെ എന്നുള്ളത്. ആ ഒരു സങ്കല്പത്തിലാണ് ഈ താടി. താടിയും പിന്നെ കള്ളുകൂടിയും അങ്ങനത്തെ പ്രശ്നങ്ങളല്ല ഉള്ളത്. പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞാൽ ചന്ദ്രബാബു ചാനലിൽ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ചന്ദ്രബാബുവിൻ്റെ ഒരു കീഴിലുള്ള ഒരാളൊന്നുമല്ല ഞാൻ. എൻ്റെ എന്താണ്, എനിക്ക് ഗുരുവിൻ്റെ കീഴിൽ മാത്രമാണ്. അതിലപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും അങ്ങനെ ഒരു ആശ്രമത്തിൽ പോകണമെങ്കിൽ എനിക്കിങ്ങനെ എപ്പോഴാണോ എന്ന് തോന്നിയിരുന്നത് ഇന്ന് തോന്നുക ഇന്ന് വൈകിട്ട് പോകുക എന്നൊരു സ്വഭാവമൊക്കെ എനിക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ അത് മുമ്പൊക്കെ പോകാൻ ആഗ്രഹം വരുന്നു, നാളെ പോകണമെന്ന് ഇന്ന് പോകും. അപ്പം അങ്ങനെ എല്ലാ അവസരമല്ല ഇപ്പോൾ അതായത് തിരുവനന്തപുരത്തൊക്കെ പോകണമെങ്കിൽ ഈ കേരളത്തിൻ്റെ ഇങ്ങനെ തലയിൽ കിടക്കുന്നതിന് പോകണമെങ്കിൽ പഴയ പോലെ ബസ് കയറിയൊന്നും പോകാൻ കഴിയില്ല. അപ്പം എൻ്റെ കൊണ്ട് ബുക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷമൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇപ്പോൾ അവിടെ ചാനലിൽ പോയി പറയാൻ വേണ്ടി ഞാനിവിടെ നിന്ന് എൻ്റെ ഒരു പഴയൊരു സംവിധാനം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ സംവിധാനമൊന്നുമില്ല ഒരു ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭാഷണം ചെയ്യുക. എൻ്റെ ഒരു പഴയ മൈക്രോ മാക്സിൻ്റെ ഫോണാണ്, ഇന്ത്യൻ കമ്പനിയുടെ 5 വർഷത്തെ പഴക്കമുണ്ട്. ഇതിപ്പോൾ ആ കമ്പനി നിലവിലുണ്ടോയെന്നറിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇന്ത്യൻ കമ്പനി മൈക്രോമാക്സാണ്. 7600 200 രൂപ ഇങ്ങനെ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ 72,000 82,000 സംവിധാനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായി ദുർവ്യയം ചെയ്യുന്നതൊക്കെയുള്ള ഈ ഖുറാനിലായാലും പിന്നെ ഇതൊക്കെ പറയുന്നില്ലേ, അത് നമ്മൾ അനുസരിക്കണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ വേസ്റ്റ് വേണ്ട ചിലവാക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ശുദ്ധിയെക്കുറിച്ചും സകല കാര്യങ്ങളും നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഈ ഖുറാനും ബൈബിളും ഭഗവത്ഗീത ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കൂ. ഇതിലൊക്കെ ഒരു വലിയ വലിയ സാമ്യങ്ങൾ കാണാം. എന്നുവെച്ചാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും കുടുംബ സംവിധാനത്തെക്കുറിച്ചും എല്ലാം ഇതിൽ പറയുന്നു. ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ പക്ഷേ ഗുരു പറയുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണമെന്നാണ്. ഇപ്പോൾ മറ്റേതിലൊന്നും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ ഉണ്ടാക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ചുള്ള രീതികൾ പഴയത് എല്ലാം തള്ളിക്കളയാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ഗുരുസ്ഥാനത്ത് ഈ സ്ത്രീകൾ വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ശരീരപരമായിട്ടുള്ള ചില പ്രത്യേകത കൊണ്ട് ആ ഗുരുസ്ഥാനം കുറഞ്ഞ സമയങ്ങൾ മാറി നിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ഇപ്പം അശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പിന്നെ എന്താ പറയുക രക്തം, മൂത്രം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് വിഷയമല്ല. പക്ഷെ അത് പുറത്തെത്തിയാലോ നമ്മളെ വായിൽ ഉമിനീരുണ്ട്. ഈ ഉമിനീര് നല്ലതാണ്, ശരീരത്തിൽ നല്ലതാണ്. നമ്മളെ വായി കിടക്കും. നമ്മളെ വായി കിടക്കുന്നത് പുറത്തെത്തിയാൽ അത് മാലിന്യമാകുകയാണ്. അല്ലേ? അത് പിന്നെ വീണ്ടും എടുക്കാൻ പറ്റും.
ഇതുപോലെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ചില ശാരീരിക പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒക്കെ ആയിട്ട് വരല്ലോ. അത് ജന്മങ്ങൾക്ക് ചില ഈ ഒരു പുരുഷന് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്താവാം പുരുഷനായിട്ട് ഈ ജീവന് ശരീരം കൊണ്ടുള്ള വ്യത്യാസം വരുള്ളൂ, വേറെ ജീവന വ്യത്യാസമല്ല. ഈ സ്ത്രീ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പരിമിതി ഉണ്ട്, അവർക്ക് ആ ഗുരുസ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുരു പറഞ്ഞിരിക്കുക അല്ലേ. അപ്പം നിങ്ങൾ ഈ ഈ ശിഷ്യപൂജ എന്ന് പറയുന്നത് ആണും പെണ്ണുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഗുരുവാക്ക് അവിടെ കിടക്കില്ലേ എല്ലാ ഗുരുക്കന്മാരും. ഇപ്പം ബൈബിളിൽ എടുത്ത് നോക്കിയാൽ അറിയാം, പിന്നെ ഈ സ്ത്രീകളുടെ പുരുഷന്മാർക്കുണ്ട്. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ശുദ്ധി ആരംഭിക്കേണ്ടതുണ്ട്, അത് കുളിക്കേണ്ടതുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാ മാൽവീയ ഗ്രന്ഥങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയാനുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ റെഫറൻസ് വെച്ചിട്ട് തന്നെ പറയുന്നത്. നമ്മളെ ഗുരുവാണി വെച്ചിട്ടും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തരില്ലല്ലോ. അപ്പം ഖുർആനിൽ തന്നെ പറയണ്ട് ഈ പിന്നെ ദൈവത്തിൻ്റെ ഒരു അല്ലെ ഗുരുവിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എന്താ സമുദ്രങ്ങളിലെ വെള്ളമെല്ലാം മഷിയാക്കി എഴുതിയാലും തീരില്ല. അതിന് 7 സമുദ്രം പിൻബലം ഉണ്ടായാലും എഴുതിയാൽ തീരാത്ത ഒരു വിഷയമല്ലേ. അപ്പം നമ്മൾ എന്ത് പറയുന്നു, അപ്പോൾ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല, നിങ്ങളിത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മൾ സ്വയം എന്തെങ്കിലും തോന്നിയിട്ട് ധ്യാനത്തിലിരുന്നിട്ട് അങ്ങനെ ധ്യാനത്തിലിരിക്കാനൊന്നും ഗുരു പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ജീവിതം കൊണ്ട് എടുക്കുമെന്ന് പറയുന്നു. നിങ്ങളത് ജീവിതം കൊണ്ടെടുത്ത് കാണിക്കാൻ പറ്റും കാണിക്കുക, അല്ലെങ്കിൽ വരുന്ന പരമ്പരയ്ക്ക് എന്താണോ ഗുരു പറഞ്ഞിരിക്കുന്നത് അത് യഥാർത്ഥമായിട്ട് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് നമ്മൾ വാക്കുകൾ സൂക്ഷിക്കണമെന്നൊക്കെ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ്.